ബംഗ്ലാദേശിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ നിലയിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൽ നടക്കുന്ന ഓരോ രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകളും അത് ഇപ്പോൾ എന്നല്ല മുമ്പ് തന്നെ വളരെ സജീവമായി നടക്കുന്നതാണ്. കാരണം പ്രവാസികളിൽ ബംഗ്ലാദേശിയായിട്ടുള്ള ആളുകൾ, നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ വിവിധമായിട്ട് നമുക്ക് പ്രവാസികൾക്ക് സുപരിചിതമാണ് അവരെ. അപ്പോൾ അവരോട് നമ്മൾ പലപ്പോഴും ബംഗ്ലാദേശിലെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും തുടർച്ചയായിട്ട് അവിടെ ഷെയ്ഖ് ഹസീന തന്നെ പ്രധാനമന്ത്രി കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ വലിയ അസംതൃപ്തി ബംഗാളികൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. അവിടെ ഒരു യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല, മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ചില സംഘടനകളുണ്ടാക്കി, വ്യക്തികളുണ്ടാക്കി, അവരെ കൊണ്ട് തന്നെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തിട്ട് മത്സരിച്ച് വിജയിക്കുന്ന ഒരു രീതിയൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കാലിദാസിയുടെ പാർട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു, കാരണം ഈ ഏകാധിപത്യ ശൈലിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട്. അതോടൊപ്പം അവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും അവർ കയ്യിലെടുത്തു. ഇപ്പോൾ കോടതി, അതുപോലെ തന്നെ മറ്റു അന്വേഷണ ഏജൻസികൾ, പോലീസ്, പട്ടാളത്തിൻ്റെ ഒക്കെ പിന്തുണയോട് കൂടിയിട്ട് ഇവർ 15 കൊല്ലം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കാലിദാസിയയുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ടാണ്, അത് ഒരു ജനകീയമായ ഒരു സുതാര്യമായ തെരഞ്ഞെടുപ്പിലൂടെ തോൽപ്പിച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തുന്നത്. എന്നാൽ അധികാരത്തിലെത്തിയതിനു ശേഷം ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് ഓരോ തവണയും ജനാധിപത്യത്തിന് ഒരു പുല്ലുവില കൽപ്പിക്കാതെ പൂർണ്ണമായും ഏകാധിപത്യ ശൈലിയുടെയാണ് അവർ ബംഗ്ലാദേശിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. കാലിദാസിയ കഴിഞ്ഞ 10 കൊല്ലത്തിന് മുകളിലായിട്ട് അവർ ജയിലിലാണ്. ജയിലെന്ന് പറഞ്ഞാൽ ഒരു വീട്ടുതടങ്കലിലാണ്. അവർ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ കക്ഷികളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു. ഇതിൻ്റെ പേരിൽ ബംഗാളികൾക്കിടയിൽ വലിയ നിലയിലുള്ള അസംതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളത് അവരോട് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. അവർ പറയും, ക്യാബായി അവിടെ തെരഞ്ഞെടുപ്പില്ല, വളരെ ഇതാണ്, ഇപ്പോൾ അവർ ഷെയ്ഖ് ഹസീന മാത്രം തീരുമാനിക്കുന്ന രീതിയിലാണ് ബംഗ്ലാദേശിൽ കാര്യം നടക്കുന്നത്, വളരെ മോശം. അപ്പോൾ ഈ ഒരു അസംതൃപ്തി ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ അസംതൃപ്തി ഇപ്പോൾ ഇന്നലെ വരെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വരെ പ്രധാനമന്ത്രിയായിരുന്ന ആള് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അഭയാർത്ഥിയാകുന്ന അവസ്ഥ ഉണ്ടാവാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം നാളിതുവരെയായിട്ട് ബംഗാളികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു അസംതൃപ്തിയായിരുന്നു. ഇപ്പോൾ ഇവരുടെ പാർട്ടിയുടെ അവാമി ലീഗ് ഇപ്പോൾ ഈ കാലിദാസിയയുടെ മുന്നണിക്ക് വലിയ പിന്തുണ കൊടുത്തിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള അവിടുത്തെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള മുല്ല പാർട്ടി എന്നാണ് അവർ പറയാം, മുല്ല പാർട്ടികൾ, അവരുടെയൊക്കെ പിന്തുണയോട് കൂടിയിട്ടാണ് കാലിദാസിയെ ഭരിച്ചിരുന്നത്. എന്നാൽ ഷെയ്ഖ് ഹസീന കുറെ കൂടി പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഭരണത്തിലുണ്ടായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ അഞ്ചോളം പ്രധാനപ്പെട്ട നേതാക്കളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും ഷെയ്ഖ് ഹസീനയ്ക്കെതിരായി. അതോടൊപ്പം ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ വലിയ ഒരു ഷെയ്ഖ് ഹസീന വിരുദ്ധ വികാരം അതുകൂടി മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു കനത്ത പ്രക്ഷോഭത്തിലേക്ക് ബംഗ്ലാദേശ് പോയത്. ഇതിനൊരു റീസണായിട്ട് പറയുന്നത് 30% സംവരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 1971 പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിഭജനമുണ്ടായി. അതായത് ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ അനന്തരാവകാശികൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും അവിടെ പൊതുവെ ഒരു വലിയ വളർച്ച രേഖപ്പെടുത്തിയ രാജ്യം കൂടിയാണ്. GDP-യിലൊക്കെ ഒരു സാമ്പത്തികമായ മുന്നേറ്റം, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് മേഖലയിൽ, അതുപോലെ തന്നെ പാചകവാതകം ഉൾപ്പെടെയുള്ള മേഖലയിലാണ് അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ തൊഴിൽ വേണ്ട രീതിയിൽ സൃഷ്ടിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുകയും 3 വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് അത് എടുത്തു കളയുകയും ചെയ്തു. എന്നാൽ അത് പിന്നീട് കോടതി നടപടികളായി പോയി. ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അതിൽ വിധി വന്നു. 3 കൊല്ലങ്ങൾക്ക് ശേഷം വിധി വന്നു. ആ 30% ഷെയ്ഖ് ഹസീന ഗവൺമെൻറ് വേണ്ടെന്ന് വെച്ചത് വീണ്ടും അത് പുനഃസ്ഥാപിക്കാൻ കോടതി ഉത്തരവിട്ടു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷെയ്ഖ് ഹസീനയാണ് അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെയും മറ്റു സംവിധാനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നതെന്നും ഇത് ഷെയ്ഖ് ഹസീനക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വിധിയാണെന്നും, അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ വിമോചന സമരത്തിൽ പങ്കെടുത്തവരാണ് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കാരാണ് അതിൽ കൂടുതൽ. അവാമി ലീഗ്, അവരുടെ ഷെയ്ഖ് ഹസീനയുടെ ഉപ്പ മുജീബ് റഹ്മാനാണല്ലോ അവരുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ അവാമി ലീഗിന്റെ പ്രവർത്തകരാണ് കൂടുതലും
ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇതിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് അവാമി ലീഗിനാണ്. അപ്പൊ അതുകൊണ്ട് ഈ 30% സംവരണം നിലനിർത്തുക എന്നുള്ളത് അവാമി ലീഗിന്റെയും ഷെയ്ഖ് ഹസീനയുടെയും അജണ്ട കൂടിയായിരുന്നു. അപ്പൊ 3 വർഷങ്ങൾക്ക് മുമ്പ് പ്രക്ഷോഭം ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു? അത് പിൻവലിച്ചു. എന്നിട്ട് കോടതിയെ ഉപയോഗിച്ച് അത് പുനഃസ്ഥാപിച്ചു 3 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നാണ് അവിടുത്തെ വിദ്യാർത്ഥികളും തൊഴിൽ രഹിതരായ പ്രക്ഷോഭകാരികളും പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോയി. ആ പ്രക്ഷോഭം സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താനുള്ള ശ്രമം നടത്തി. അതോടുകൂടിയിട്ട് കൂടുതൽ ജനങ്ങൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരായിരുന്നു. അതൊന്നാമത്തത് ഒരിക്കലും ന്യായീകരിക്കാൻ, അവരെത്ര നല്ല ഭരണാധികാരിയാണെങ്കിലും പുരോഗമന നിലപാട് സ്വീകരിക്കുന്ന ആളാണെങ്കിലും ഏകാധിപത്യ ശൈലിയിലൂടെ പ്രതിപക്ഷത്തെ പൂർണ്ണമായും അടിച്ചമർത്തിക്കൊണ്ട് ഒരു ഭരണാധികാരിക്കും ഒരുപാട് കാലം നിലനിൽക്കാൻ കഴിയില്ല. അതിന്റെ ഒരു ഉത്തമോദാഹരണമാണ് ഇന്നലെ പ്രധാനമന്ത്രിയായിരുന്ന ആൾ ഇന്ന് അഭയാർത്ഥിയായി, എന്നെ അഭയാർത്ഥിയായി സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് മറ്റു രാജ്യങ്ങളോട് കേണപേക്ഷിക്കേണ്ട ഗതികേടിലേക്ക് ഒരു പ്രധാനമന്ത്രി എത്തുന്നുള്ളതാണ്. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം ഒന്നല്ല. ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുണ്ട്, പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെ നിരവധിയായിട്ടുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ഭരണാധികാരികൾക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ അഭയാർത്ഥിയായി സ്വന്തം കൂടാരവും വിട്ട് ഓടി മറയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, റണ്ണേവാവേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് അവിടുത്തെ ബംഗാളി ജനങ്ങളുടെ വികാരം കൂടി എതിരായതുകൊണ്ട്, അത് സൈന്യത്തിന് കൂടി അത് മനസ്സിലായതുകൊണ്ട് ഇത് പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ ഏറ്റവും വലിയ കരുത്ത് അവിടുത്തെ സൈനികരായിരുന്നു. സൈനിക മേധാവിയെ പോലും തീരുമാനിച്ചിരുന്നത് ഷെയ്ഖ് ഹസീന. ഇപ്പൊ ഒരു പുതിയ വാർത്ത വരുന്നത്, 1 വർഷം മുമ്പ് ഈ സൈനിക മേധാവിയെ തീരുമാനിക്കുന്ന സമയത്ത് ഇയാൾ നിങ്ങൾക്കെതിരായി മാറും, ചില പ്രശ്നങ്ങളുണ്ട്, ചില എക്സ്ട്രീം, പ്രത്യേകിച്ച് ചൈന അനുകൂല നിലപാട് കൂടിയുള്ള ആളാണ് ഈ സൈനിക മേധാവി എന്ന നിലയിൽ ഇന്ത്യ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4000 കിലോമീറ്റർ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. പശ്ചിമ ബംഗാൾ, ത്രിപുര, ആസാം, സിക്കിം, മേഘാലയ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുമായി തന്ത്രപരമായി അതിർത്തി പങ്കിടുന്ന വലിയ ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ തന്ത്രപരമായ ഒരു അയൽവാസി കൂടിയാണ് ബംഗ്ലാദേശ്. അപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ വളരെ കരുതലോടെ കാണേണ്ട ഒരു രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല ബംഗ്ലാദേശിന്റെ രൂപീകരണം എന്ന് പറയുന്നത് തന്നെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള യുദ്ധത്തിൽ, ബംഗ്ലാദേശ് പാകിസ്ഥാൻ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെയാണ്. ആ യുദ്ധത്തിൽ നിന്ന് വിജയിച്ചുകൊണ്ട് വേർപ്പെടുത്തിയിട്ട് ഇന്ത്യ ഉണ്ടാക്കിയ ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല നിലക്കും ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ മാറ്റങ്ങളെയും അതുപോലെ തന്നെ അവിടുത്തെ സുരക്ഷയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ കൂടി സുരക്ഷയെ ബാധിക്കുന്നതാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ നയതന്ത്ര വിദേശ നിലപാടുകളെ ബാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബംഗ്ലാദേശിൽ ചൈന അതുപോലെ തന്നെ പാകിസ്ഥാൻ തുടങ്ങിയ ശക്തികൾ ഇടപെടുന്നുണ്ടോ എന്നുള്ളത് സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ കൂടി കടമയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ ചീഫ് കമാൻഡർ ആക്കുമ്പോൾ, അവിടുത്തെ സൈന്യത്തിന്റെ മേധാവിയാക്കി നിശ്ചയിക്കുമ്പോൾ ഇന്ത്യ അവർക്ക് ഷെയ്ഖ് ഹസീനക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഇയാൾക്ക് ചൈനയുമായും അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഷെയ്ഖ് ഹസീന അത് ചെവി കൊണ്ടില്ല എന്നാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നിലപാടുകളിൽ ഉണ്ടായിട്ടുള്ള കാതലായ മാറ്റങ്ങൾ, കാരണം ഇതേ സെയിം അവസ്ഥ ശ്രീലങ്കയിൽ ഉണ്ടാവുന്നു, അതുപോലെ തന്നെ നേപ്പാൾ ഈ നിലയിൽ സ്വീകരിക്കുന്നു. ഇപ്പം മാലിദ്വീപിൽ ഇന്ത്യ വിരുദ്ധ സർക്കാർ വരുന്നു, അവരൊക്കെ ചൈനയോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ നരേന്ദ്രമോദിയൊക്കെ വരുന്നതിന് മുമ്പ് അതായിരുന്നില്ല ഇന്ത്യയിലെ അവസ്ഥ. ഇന്ത്യക്ക് ഈ അയൽ രാജ്യങ്ങളൊക്കെ വലിയ പിന്തുണ നൽകിയിരുന്ന ഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ അവരൊക്കെ ഒരു ചൈന അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പാളിച്ചകളായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം കേവലം ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായി മാത്രം കാണാൻ കഴിയില്ല. അതിൽ പല ബാഹ്യശക്തികളുടെയും ഇടപെടലുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ബംഗാളി മനസ്സുകളിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ടുണ്ടായിട്ടുള്ള വികാരം അതിന് ഘടകമായിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യമായി തോന്നിയത് സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. 30% സംവരണം അവിടുത്തെ തൊഴിലുകളിൽ, സർക്കാർ തൊഴിലുകളിൽ വിമോചന സമരത്തിന്റെ അനന്തരവാസികൾക്ക് മാറ്റിവെക്കുമ്പോൾ 10% അവിടുത്തെ പിന്നോക്ക ജില്ലകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, 5% വനിതകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, 10% മറ്റു ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അങ്ങനെ ന്യൂനപക്ഷ പിന്നോക്ക ജില്ലകൾക്ക് വേണ്ടി
വനിതകൾക്ക് വേണ്ടി, പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടി എന്ന നിലയിലൊക്കെ അവിടുത്തെ സംവരണം ഞാൻ മനസ്സിലാക്കുന്നത് 10% അവിടുത്തെ വനിതകൾക്കും, 10% പിന്നോക്ക ജില്ലക്കും, 5% പിന്നോക്ക മതങ്ങൾക്കും, ന്യൂനപക്ഷ മതങ്ങൾക്കും എന്ന നിലയിൽ 55% സംവരണമുള്ള ഒരു രാജ്യമായിട്ട് ജോലി രാജ്യമായി മാറുമ്പോൾ ഇതിലൊന്നും പെടാത്ത കോമൺ ജനറൽ ആയിട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നത് വളരെ കുറയുന്നു. അതോടൊപ്പം ജോലി സാധ്യതയുള്ള തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള ബിസിനസ്സുകൾ, നമ്മൾ പറയുന്ന സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്, ഇതാണല്ലോ കൂടുതലായിട്ടും തൊഴിലുകൾ നൽകുന്നത്. ഈ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുണ്ടായില്ല. അങ്ങനെ ഒരു വളർച്ചയുടെ പാതയിലേക്ക് പോയിട്ടുള്ള ബംഗ്ലാദേശ് സാമ്പത്തികമായിട്ട് GDP-യിൽ ഒക്കെ ടെക്സ്റ്റൈൽസ് രംഗത്ത് ഉൾപ്പെടെ നിരവധി മേഖലയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച് വളർന്നു വരുന്നു എന്ന് തോന്നി. അതുപോലെ തന്നെ അവരുടെ പ്രവാസി വരുമാനവും കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്നു എന്ന് തോന്നിയ ഒരു രാജ്യമാണ്. എന്താ പറയുക, കൃത്യമായ കാഴ്ചപ്പാടുകളില്ലാതെ ഏകാധിപത്യ ശൈലി സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് നിരവധി തവണ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ അവിടുത്തെ രാഷ്ട്രപതിയുടെ മകളായിട്ടുള്ള ഷെയ്ഖ് ഹസീനയ്ക്ക് സ്വന്തം വീടും കൂടാരവും രാജ്യവും വിട്ട് പലായനം ചെയ്യേണ്ട അവസ്ഥ, അഭയാർത്ഥിയായി മാറേണ്ട അവസ്ഥ, എന്നെ അഭയാർത്ഥിയായി സ്വീകരിക്കൂ എന്ന് മറ്റു രാജ്യങ്ങളോട് കേണപേക്ഷിക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഇത് ലോകത്തുള്ള മുഴുവൻ ഏകാധിപത്യ ശൈലിയിൽ തുടരുന്ന ഭരണാധികാരികൾക്കും എല്ലാം തൻ്റെ കാലിനടിയിലാണ് എന്ന് ചിന്തിക്കുന്ന മുഴുവൻ ഭരണാധികാരികൾക്കും ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു സിമ്പലാണ് കൊടുക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള പ്രവണതകളുമായി മുന്നോട്ട് പോയാൽ അവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.